ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്നേ ആനന്ദിനെ ആശ്വസിപ്പിക്കുകയാണ് ബാലൻ. നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവനെ സമാധാനിപ്പിക്കുന്ന സമയത്ത് ബാലൻ പറഞ്ഞു, എടാ മോനെ, നിനക്ക് സങ്കടമാണെന്ന് എനിക്കറിയാം. പക്ഷേങ്കില് നീ ദേവിമോളെ ഒന്ന് പോയി കാണണം. അവൾക്ക് നല്ല വിഷമമുണ്ട്. കണ്ണ് തുറന്നപ്പോ മുതല് അവള് നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ ഇപ്പൊ വരും, നീ ഇപ്പൊ വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിച്ചോണ്ടിരിക്കുക. പക്ഷെ എത്രയെന്ന് വെച്ചാ നീ ഒന്ന് ചെന്ന് കാണാൻ പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എനിക്ക് ആരെയും കാണണ്ടച്ചാ, കാരണം എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആനന്ദ് അങ്ങനെ പറഞ്ഞാൽ കാരണമുണ്ട്. കാരണം ദേവിയെ കണ്ടു കഴിഞ്ഞാൽ താൻ ചിലപ്പോ പൊട്ടിത്തെറിച്ചു പോകും. അത്രയ്ക്ക് ദേഷ്യമാണ് ദേവിയോട്. അവള് തന്റെ കുഞ്ഞിനെ കൊന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ആനന്ദിന്റെ മനസ്സിൽ. ഇനിയിപ്പൊ അവളെ താൻ പോയി കാണണം പോലും അതിന്റെ കൂടെ കുറവുള്ളൂ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ആനന്ദിന്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, മോനെ, നിന്നേക്കാളും ഒരു പക്ഷെ ഒരു പടിയും കൂടെ കൂടുതൽ സങ്കടം അവൾക്ക് കാണും. ഒന്നുമല്ലേലും അവളൊരു അമ്മയായതല്ലായിരുന്നോ? എന്നിട്ടല്ലേ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെ? അതും ആദ്യത്തെ കൺമണിയായിരുന്നല്ലോ. അവളുടെ മുഖത്ത് നോക്കാൻ പോലും ഞങ്ങൾക്ക് സങ്കടമാ. പിന്നെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും അവളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മോനെ, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുക. നീ അവളെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു. ഒടുവില് കുറെ സമയം കഴിഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു, ശരി അച്ഛാ, ഞാൻ പോകാന്ന് പറഞ്ഞു. ബാലൻ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോ ആനന്ദിന് പിന്നെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഈ സമയത്ത് എവിടെ ആനന്ദെന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു ഗോമതി, ആകാശും ആര്യനുമൊക്കെ. അപ്പോഴേക്കും ബാലൻ അവരെ വിളിച്ചു. ബാലൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അന്വേഷിക്കുമൊന്നും വേണ്ട, അവൻ ഇവിടെയുണ്ട്, കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർക്കൊരു സമാധാനമായത്. പിന്നീട് അവരങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് അവിടെ ഇരിക്കുന്നു കണ്ടു. ആനന്ദിനെ കെട്ടിപ്പിടിച്ച് കരയാണ് ആകാശും ആരനും ഒക്കെ. എന്നിട്ട് പറഞ്ഞു, എന്ത് പരിപാടി ആനന്ദേട്ട കാണിച്ചേ? കുറച്ച് സമയത്തിന് ഞങ്ങൾ എത്രമാത്രം ടെൻഷനായെന്നറിയാവോ? ഇനിയിപ്പൊ ആനന്ദേട്ടന് എവിടേക്കേലും പോയോ, എന്തേലും ചെയ്തോ? അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എനിക്ക് അറിയില്ലായിരുന്നടാ എന്ത് ചെയ്യണോന്ന്. ആകെപ്പാട് കുറച്ച് സമയത്തേക്ക് ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. എടാ, എന്നോട് ക്ഷമിക്കടാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ആര്യം പറഞ്ഞു, ആനന്ദേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? ആനന്ദേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, ഇതും കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലല്ലോ, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ ആനന്ദിന്റെ മനസ്സിൽ ഭയങ്കര വേദനയായിരുന്നു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ആനന്ദേട്ടൻ ഒരു കാര്യം ചെയ്യുക, പോയി ദേവിയടുത്തി ഒന്ന് കാണാം, കണ്ട് സംസാരിക്കുക. ദേവിയടുത്തിയും ഭയങ്കര വിഷമത്തിലാന്ന് പറഞ്ഞു. പിന്നീട് ആനന്ദ് ദേവിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നതാണ്. അപ്പൊ ആനന്ദിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കോമതി എന്ത് ചെയ്തു, അവരെന്തേലും സംസാരിക്കട്ടെ, ഭാര്യയും ഭർത്താവും അല്ലേ, ഇപ്പൊ താൻ ഇടയ്ക്കൊരു ശല്യം ആവണ്ടെന്ന് കരുതിയിട്ട് ഗോമതി പറഞ്ഞു, മോനെ, നിങ്ങൾ രണ്ടും സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ഈ സമയത്ത് ആനന്ദിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ, നമ്മുടെ കുഞ്ഞെന്ന് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു, ഒരക്ഷരം പോലും നീ മിണ്ടിയേക്കരുത്. എന്റെ കുഞ്ഞിനെ നീ ഇല്ലാതാക്കിയില്ലേ? എനിക്കറിയായിരുന്നടി, നിന്റെ അശ്രദ്ധ മൂലമല്ലേ ആ കുഞ്ഞു പോയത്. എനിക്ക് ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. നിനക്കറിയാലോ, നീ ആ വീട്ടിൽ നിന്നത് പോലും നിന്റെ വയറ്റിൽ ആ കുഞ്ഞുണ്ട് എന്നുള്ളൊരു കാരണത്താ മാത്ര. അല്ലെങ്കിൽ ഒരു കാരണവശാലും ആ വീട്ടിൽ തുടരാൻ നിനക്ക് യോഗ്യത ഇല്ലെന്ന് പറഞ്ഞു. ആനന്ദേട്ടാ, അങ്ങനൊന്നും പറയരുത് ആനന്ദേട്ടാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാതെയാണോടി? നിന്നോട് എത്രയോ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കണമെന്ന്. നീ സൂക്ഷിച്ചും കണ്ടും നടക്കുമായിരുന്നെങ്കിൽ നിനക്കിപ്പൊ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നോ? എന്റെ കുഞ്ഞെനിക്ക് നഷ്ടപ്പെടുമായിരുന്നോ? ഞാൻ എത്രമാത്രം മോഹിച്ചാന്ന് നിനക്കറിയാലോ. ഓരോ ദിവസം മണിക്കൂറുകൾ എണ്ണിയെന്ന പോലെയാണ് കുഞ്ഞിനു വേണ്ടി ഞാൻ കാത്തിരുന്നത്. നീ ആ വീട്ടിൽ തുടരാനും കാരണം നിന്റെ വയറ്റിലുണ്ടായിരുന്ന ആ കുഞ്ഞു മാത്രമായിരുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഏക കാരണം. പക്ഷെ അത് നീ ഇല്ലാതാക്കി. ഇനി കണ്ടു, ഞാനും നീ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ആനന്ദേട്ടാ, അങ്ങനൊന്നും പറയരുത് ആനന്ദേട്ടാന്ന് പറഞ്ഞു. എന്റെ കയ്യിലെ പ്രശ്നം കൊണ്ടല്ല. ദേ, നീ ഇനി സ്വയം ന്യായീകരിച്ചാണ്ടല്ലോ, നീ അതല്ല അതിലപ്പുറം പറയും. അച്ഛന്റെ അല്ലേ മോള്, പിന്നെ എങ്ങനെ ഗുണം പിടിക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി. ശ്രീദേവിക്ക് ഒന്നാമത്തെ കാര്യം കുഞ്ഞു പോയതിന്റെ വിഷമം. ആനന്ദിന്റെ പെരുമാറ്റം, ആശ്വാസം കിട്ടേണ്ട എവിടെ നിന്നാണോ അവിടെ നിന്ന് ആശ്വാസം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. ശ്രീദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അനുവിനാണെങ്കിൽ വല്ലാത്ത സങ്കടം. എങ്ങനെയാ ഹോസ്പിറ്റലിലെ കേസ് അറിയണേ, ഒന്ന് വിളിച്ചാലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒടുവില് അനു എന്ത് ചെയ്തു, മീനാക്ഷിയെ വിളിക്കുകയാണ്. മീനാക്ഷിയെ വിളിച്ചിട്ട് ചോദിച്ചു, മീനാക്ഷി ചേച്ചി എങ്ങനെയുണ്ട് ഹോസ്പിറ്റലില്? ദേവി ചേച്ചിക്ക് പ്രശ്നമൊന്നും ഇല്ല അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ദേവി പറഞ്ഞു, മോളെ, ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. കാര്യം എന്താ? അത് ദേവിയടുത്തേക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദേവിയടുത്തിന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ദേവിയടുത്തിന്റെ കുഞ്ഞ് അബോർഷനായി പോയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അന്റുവിന്റെ കയ്യിൽ നിന്ന് ഫോണിലൊക്കെ അങ്ങ് താഴേക്ക് വീണു, ആ ബെഡിലേക്ക് വീഴുവാണ്. കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചെന്നൊരു ചിന്ത
പിന്നീട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ്. ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തും. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മാത്രമല്ല, ആനന്ദേണ്ണനും ആര്യഞ്ചേട്ടനും അവരൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയത്തില്ല. താൻ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പോഴാണ് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നത്. സുകന്യ വന്നിട്ട് ചോദിച്ചു, എന്തായാലും നീ എന്തിനാ കരയണേന്ന് ചോദിച്ചു വീണ്ടും. അത് പിന്നെ ദേവി ചേച്ചിയുടെ കുഞ്ഞിനെന്ത് പറ്റി? കുഞ്ഞ് അബോർട്ടായി പോയെന്ന് പറഞ്ഞു. അബോർട്ടായി പോയെന്നോ? എന്റെ ദൈവമേ! അത് കേട്ടപ്പോ സുകന്യയ്ക്ക് ഒരു പേടിയായിപ്പോയി. ഇതെങ്ങാനും ഉദയഭാനു സാറൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അയ്യോ ഇനി ഇതിപ്പോ ഉദയഭാനു സാറിനോടൊക്കെ എങ്ങനെ പറയും? അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദയഭാനു സാറൊക്കെ ഇങ്ങോട്ട് വരൂലോ, ആകെപ്പാടെ പ്രശ്നമാവൂലോ എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് അലോകിന്റെ അടുത്തേക്ക് രാജശ്രീ എന്നിട്ട് പറഞ്ഞു, സത്യം പറ, നിനക്ക് എന്താ സംഭവിച്ചേ? നിനക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് നീ ഒളിച്ചു വെക്കണ്ട. ഞാന് നിന്നെ കുറെ സമയമായിട്ട് ശ്രദ്ധിക്കുന്നു പറഞ്ഞു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, അമ്മേ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പ്രശ്നോ? എന്ത് പ്രശ്നം? നീ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയടാ. അത് പിന്നെ അമ്മേ, ഞാൻ പറയുന്ന കാര്യം അമ്മ ആരോടും പറയരുതെന്ന് പറഞ്ഞു. കാര്യം പറ. ഒടുവിൽ അലോക് ആ കാര്യം പറയുകയാണ്. തന്റെ കർണത്ത് അനു അടിച്ചതും അതിനുശേഷം അവളെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് താൻ അവിടേക്ക് ചെന്നു. അപ്പോഴേക്കും മീനാക്ഷി തന്നെ അടിച്ചു എല്ലാ കാര്യങ്ങളും. ഇതെല്ലാം കേട്ടിഞ്ഞപ്പോ രാജശ്രീ ഞെട്ടിപ്പോയി. എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കണേ? നീ സത്യമാണോ പറയണെന്ന് ചോദിച്ചു. സത്യം അമ്മേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഞാൻ ആകെ പഴയ ടെൻഷനായിട്ടിരിക്കുക. എനിക്കിനി പ്രതികാരം ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീ പറഞ്ഞു, മോനെ നീ വിട്ടുകൊടുക്കണ്ട. അലോക് പറഞ്ഞു, ഞാൻ അവളെ ഈ വീട്ടിൽ കൊണ്ടുവരും. എന്റെ കാരണത്ത് അവൾ അടിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് എന്നെ നാണം കെടുത്തി വിട്ടിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവന്ന് അവളോട് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. രാജശ്രീ പറഞ്ഞു, അങ്ങനെ തന്നെ വേണം. നമ്മൾ തോറ്റു കൊടുക്കരുത് ഒരു കാരണവശാലും. അവളെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. നിന്നോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും ഈ വീട്ടിൽ അറിയണ്ട. അറിയാലോ, നിന്റെ അച്ചമ്മയോ അല്ലെങ്കിൽ നിന്റെ വല്യമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. തൽക്കാലത്തേക്ക് ആരോടും പറയാൻ പോകണ്ടെന്ന് പറഞ്ഞു. എടാ, നിനക്ക് എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ? എനിക്ക് പിന്നെ ആരുണ്ടായിരുന്നു? നിനക്കൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ പോരായിരുന്നോ? അത് പിന്നെ അമ്മ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. സാരമില്ല മോനെ എന്നും പറഞ്ഞിട്ട് അലോകിനെ ചേർത്ത് പിടിക്കുകയാണ്. ദൈവമേ, എൻ്റെ മോൻ എന്തേലും സംഭവിച്ചായിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുവാണ്. ഈ സമയത്ത് ബാലനെ ആശ്വസിപ്പിക്കണം ഗോമതി. ബാലേട്ടൻ ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് ദേഷ്യമൊന്നും കാണിക്കരുത് ആരോടും, അനുവിനോടൊന്നും. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, കാണിക്കരുതെന്നോ? അവളല്ലേ എല്ലാത്തിനും കാരണം, അവളല്ലേ പ്രശ്നത്തിന് കാരണം. അവൾ നമ്മളോട് എത്ര വലിയ ചതിയ ഗോമതി ചെയ്തേ, നീ ആലോചിച്ച് നോക്കിയേ. നമ്മൾ എത്ര സ്നേഹത്തോടെ അവളെ വളർത്തിയത്. കൃഷ്ണമംഗലംകാരുമായിട്ട് നമ്മൾ എങ്ങനെയാന്നുള്ള കാര്യം അവൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന, എന്നിട്ടാണ് നമ്മളെ അവൾ ചതിച്ചത്. അവൾക്ക് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. എന്നിട്ട് അവൾ കാണിച്ചെന്താ? ബാലേട്ട പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കരുതെന്നോ? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങളെ കുടുംബത്തിലുണ്ടായത്. ഒരു പക്ഷേങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇതിന്റെ പേരിൽ അകത്തു പോയി കിടക്കേണ്ട വരത്തില്ലേ? ഒരു കുടുംബം തന്നെ തകർന്നു പോയില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ശരിയാ ബാലേട്ട, പക്ഷേങ്കിൽ അനുമോളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാവും. അത് മാത്രമല്ല, ഇപ്പം ആരും അറിഞ്ഞിട്ടില്ല ശ്രീദേവിയുടെ വയറ്റിലുള്ള കുഞ്ഞു പോയത് അലോ കാരണമാണ്. ആനന്ദൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതം തകർന്നു പോയില്ലേ? അവന് സഹിക്കാൻ പറ്റുമോ? പിന്നെ അവൻ എന്താ ചെയ്യുന്നതെന്ന് ബാലനറിയാലോ. അവന്റെ ജീവിതം കൂടി ഇനി തകർക്കണോ? അവന്റെ കുഞ്ഞു പോയി, ഇനിയിപ്പോൾ അവനെയും കൂടെ നമുക്ക് നഷ്ടപ്പെടും ഈ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ബാലിനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ആനന്ദ ആകെപ്പാട് ടെൻഷൻ അടിച്ച് പുറത്തു വന്നിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാം കൂടെ ഇട്ടെറിഞ്ഞ് എവിടെയും പോവാൻ തോന്നുന്നുണ്ട്. ആരും ആകാശമൊക്കെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും അതുകൊണ്ടൊന്നും ഒരു സമാധാനം ആവുന്നുണ്ടായിരുന്നില്ല. ദേവിയോടൊക്കെ ആയിരുന്നു കലിപ്പ്. ദേവി കാരണം തൻ്റെ കുഞ്ഞു പോയ എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.